ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും വീട്ടിൽ ചെടിയെല്ലാം നട്ടുപിടിപ്പിക്കാറുണ്ടല്ലോ. ചെടി വളരെ സുന്ദരമായി നട്ടുപിടിപ്പിച്ചാലും അവ വച്ചിരിക്കുന്ന ചട്ടി 1-2 വർഷം കഴിയുമ്പോൾ മഴയും വെയിലും കൊണ്ട് ആകെ അഴുക്ക് പിടിച്ച് വൃത്തികേടായിട്ടുണ്ടാകും. ചെടി ഭംഗിയുണ്ടായാൽ മാത്രം പോരല്ലോ, അവ വച്ചിരിക്കുന്ന ചട്ടിയും ഭംഗി വേണ്ടേ. നമുക്കിത് എങ്ങനെ വൃത്തിയാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ കാണുന്നത് ഒരു പ്രഷർ വാട്ടർ പമ്പാണ്. ഇതുപയോഗിച്ചാണ് ഈ ചെടിച്ചട്ടിയെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള പമ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ ചകിരിയോ മറ്റോ ഉപയോഗിച്ച് ചെടിച്ചട്ടി വൃത്തിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ക്ലീനാക്കാൻ ഉദ്ദേശിക്കുന്ന ചെടിച്ചട്ടിയെല്ലാം ഇതേപോലെ വരി വരിയായി വെച്ച് നമ്മളുടെ പമ്പ് ഉപയോഗിച്ച് ശക്തിയായി വെള്ളം സ്പ്രേ ചെയ്താൽ എത്ര കടുത്ത അഴുക്കും പെട്ടെന്ന് പോയി കിട്ടും. ഇതുപോലെ വേണം ചട്ടിയെല്ലാം ക്ലീൻ ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് കാണുന്നുണ്ട്, പെട്ടെന്ന് തന്നെ അഴുക്ക് പോയി കിട്ടുന്നുണ്ട്. നന്നായി വെള്ളം സ്പ്രേ ചെയ്ത് അഴുക്കെല്ലാം നീക്കി ഒന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്കിതിൽ കളർ ചെയ്യുവാൻ. അഴുക്കെല്ലാം പോയി ചട്ടി നല്ലവണ്ണം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കളർ ചെയ്യണം. കളർ ചെയ്യാൻ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് സിമൻറ്റും കാവിയുമാണ്. റെഡ് കളർ കാവിയും, അതായത് റെഡ് ഓക്സൈഡ്, യെല്ലോ കളർ കാവി, യെല്ലോ ഓക്സൈഡ്, അങ്ങനെ 2 കളർ പൗഡറാണ് നമ്മളിവിടെ ചട്ടി കളർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സിമൻറ്റിലേക്ക് ചുവന്ന കാവി ചേർക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് പെയിൻറ്റ് രൂപത്തിലാക്കി ഈ മിശ്രിതമാണ് നമ്മൾ ചട്ടിയിൽ തേച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ചട്ടി നല്ല കളർഫുൾ ആവുകയും ചെയ്യും, ഒരുപാട് കാലം ഈട് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ ചട്ടിയിൽ അടിക്കാനുള്ള കളർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് കാണാം. നമുക്ക് ഈ ചട്ടിയിലൊന്ന് നമ്മുടെ കളർ ചെയ്ത് നോക്കാം. പഴയ ചട്ടിയായിരുന്നു, കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിൻ്റെ മുകളിൽ നല്ല ചുവന്ന കളർ അപ്ലൈ ചെയ്ത് നമുക്ക് ഒന്നുകൂടെ പുത്തനാക്കിയെടുക്കാം. ചെടിച്ചട്ടിയുടെ താഴെ മാത്രമേ റെഡ് കളർ കൊടുക്കുന്നുള്ളൂ, മുകൾ ഭാഗത്ത് നമുക്ക് യെല്ലോ കളർ കൊടുക്കാം. അപ്പോൾ താഴത്തെ കളർ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്കുള്ള യെല്ലോ കളർ ഉണ്ടാക്കാം. മഞ്ഞ കളർ കാവി, അതായത് യെല്ലോ ഓക്സൈഡ്, ഈ കളറാണ് നമ്മൾ ചട്ടിയുടെ വക്കിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ ചുവന്ന കളർ ഉണ്ടാക്കിയ പോലെ തന്നെ സിമൻറ്റിലേക്ക് മഞ്ഞക്കാവി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പെയിൻറ്റ് രൂപത്തിലാക്കി ഈ കളറാണ് നമ്മൾ ചട്ടിയുടെ വക്കിൽ കൊടുക്കുന്നത്. ചട്ടിയുടെ വക്കിൽ ഇതുപോലെയാണ് കളർ ചെയ്യേണ്ടത്. താഴെ ചുവന്ന കളറും മുകളിൽ യെല്ലോ കളറും. ഇത് എൻ്റെ ഒരു ഇഷ്ടത്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുള്ള് റെഡ് അടിക്കണമെങ്കിൽ ഫുള്ള് റെഡ്, ഫുള്ള് യെല്ലോ അടിക്കണമെങ്കിൽ ഫുള്ള് യെല്ലോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാവുന്നതാണ്. പഴയ ചെടിച്ചട്ടിയെല്ലാം കളർ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.